എൻ്റെ ചങ്കുകളെ അപ്പോൾ പിള്ളേർക്ക് ചപ്പാത്തി വേണം പറഞ്ഞിട്ട് വൈകിട്ട് ചപ്പാത്തിയാണ്. അപ്പോൾ പ്രസ്സു ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. ചപ്പാത്തി മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ചിക്കൻ മസാല ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് വേവായിട്ടുണ്ട്, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ചപ്പാത്തീൻ്റെ ഒരു വട്ടം കണ്ട. ഓക്കെ, പ്രസ്സു ഉണ്ടാക്കുന്ന ചപ്പാത്തീൻ്റെ ഇത് കണ്ടോ, ഇത്ര വട്ടം ഉണ്ടാവും ദേ. ഓക്കെ, ഇപ്പോൾ പ്രസ്സു ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ഇന്നിപ്പോൾ അവർക്ക് എല്ലാവർക്കും ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചങ്കളെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇന്ന് നേരത്തെ തന്നെ പണി തുടങ്ങി. ഇന്ന് ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കേട്ടോ. ഓക്കെ, ബായ് ചങ്കളെ. എൻ്റെ ചപ്പാത്തിക്ക് സ്പെഷ്യൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണ്ണ ഒഴിക്കില്ല കേട്ടോ. എണ്ണ ഒഴിക്കാതെയാണ് ഞാൻ ചുട്ടെടുക്കുക. ഓക്കെ, ഞാൻ എണ്ണ ഒഴിക്കാതെയാണ് ചുട്ടെടുക്കുക കേട്ടോ. കണ്ടോ, കല്ലിൽ എണ്ണ ഒഴിക്കില്ല. എണ്ണ തടയാതെ ചുട്ട് കഴിഞ്ഞാൽ പൂരി പോലെ പോകും. കണ്ടോ പോകുന്നത്. ഓക്കെ, കണ്ട ചങ്കകളെ ബോൾ പോലെയായി സംഭവം. ചപ്പാത്തി ബോൾ പോലെയായി. ഓക്കെ ചങ്കകളെ, പ്രസ് ഉണ്ടാക്കുന്ന ചപ്പാത്തി കണ്ട. ഓക്കെ, ഇത് ചപ്പാത്തി കണ്ട കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ട് വലിയ ചപ്പാത്തികളാണ്. അങ്ങനെ പ്രസ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ചപ്പാത്തി പറഞ്ഞാൽ അതിൽ എണ്ണ ഒഴിക്കില്ല കേട്ടോ. ഞാൻ എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ഓക്കെ, വലിയ ചപ്പാത്തികളാണ് ചങ്കള. ഓക്കെ, ഞങ്ങൾ കഴിക്കാൻ ഉള്ള ചപ്പാത്തികളെന്തേ കണ്ടോ, ഇഷ്ടമായി ഞങ്ങൾക്ക്. പ്രസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. ഇതേ വലിയ ചപ്പാത്തികൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തിൽ കഴിക്കാനുള്ള ചപ്പാത്തി റെഡി ചങ്കള. അപ്പോൾ ഞാനൊരു പേപ്പറിലാക്കിയതാണ് കേട്ടോ. ഇതാ എൻ്റെ ചപ്പാത്തികൾ കണ്ടോ. ഇതിൽ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്താണെന്നറിയോ ചങ്കളെ? ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് പഞ്ചസാര, എന്നിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ സാധാ പച്ചവെള്ളം കേട്ടോ, ചുടുവെള്ളമൊന്നും ഇട്ടില്ല. എന്നിട്ട് ഞാൻ അത് ഇട്ടിട്ട് കുഴച്ചത്. ഓക്കെ, പിന്നെ എണ്ണ ഉപയോഗിക്കുകയില്ല കേട്ടോ എൻ്റെ ചപ്പാത്തിയിൽ. എൻ്റെ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലാണ്. ഇത് ഞാൻ എണ്ണ ഉപയോഗിക്കുകയില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ ചപ്പാത്തി. ഇതിലേക്ക് കറി ഉണ്ടാക്കട്ടെ, മസാലക്കറിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതിനുള്ള കറി ഉണ്ടാക്കുകയാണ്. കറിക്ക് വേണ്ടത് എന്താണെന്നറിയാം? കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കടുക് പൊടിച്ച ശേഷം ഉള്ളി, അതേപോലെ തന്നെ വലിയുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും അതും കൂടിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കറുവപ്പല ഇട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. ഓക്കെ ചങ്കള, അപ്പോൾ പ്രസ് ഉണ്ടാക്കുന്ന കറി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആദ്യം ആഡ് ചെയ്തു, കുറച്ചിട്ടാ ഒരു ലേശം മല്ലിപ്പൊടി ഉണ്ട് ആദ്യം ആഡ് ചെയ്തത്. അതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എരിവ് ഇടണ്ട കുട്ടികളുള്ള കാരണം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സെക്കൻഡ്, എനിക്ക് ഫോൺ പിടിക്കാൻ ആളില്ല, അത് കാരണം മ്യൂട്ടാക്കണം ചങ്കള. അപ്പോൾ അത് ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് പറയാൻ മറന്നു കേട്ടോ. അതിലോട്ട് ഞാൻ എന്ത് ചെയ്തറിയോ, ഈ മീറ്റ് മസാല ഇല്ലേ, അതാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച്. ഓക്കെ, മണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഹലോ ചങ്കളെ, അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു അറിയാതെ ഒരു വാഴക്കി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാ, അത് വീണില്ലല്ലോ ചങ്കളെ, ക്ഷമിക്ക് ചങ്കളെ, ഇതൊക്കെ വീണില്ലല്ലോ. എന്ത് ചെയ്യും, ഒരു കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല ചങ്കളെ. ഒരു സെക്കൻഡ് കേട്ടോ. അങ്ങനെ എൻ്റെ ചങ്കളെ, ഞാനതിനെ ഉരുളക്കിഴങ്ങ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. എനിക്ക് ഈ കൈ കൊണ്ട് തന്നെ ആക്കണം, അത് കാരണമാണ് കേട്ടോ. അതായത് ഫോൺ പിടിക്കാൻ ആളില്ല, അപ്പോൾ അത് കാരണമാണ്. ഞാൻ മിക്സ് ആക്കട്ടെ. അപ്പോൾ ചങ്കളെ, അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് അല്പം വെള്ളം ഒഴിക്കാൻ പോകണേ. അങ്ങനെ ചങ്കളെ, എൻ്റെ പൊറോട്ടയല്ല, സോറി, ചപ്പാത്തിക്കുള്ള കുറുമക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വെന്ത ശേഷം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒരുപാട് എരിവിട്ടിട്ടില്ല കേട്ടോ ചങ്കളെ. ഓക്കെ, എല്ലാവരും ചോദിക്കും കറിയിൽ ഉപ്പിട്ടില്ലേന്ന്. ഉപ്പിട്ടു കേട്ടോ. ഉപ്പിടാൻ എനിക്ക് ഇതിന് പറ്റുന്നില്ല, അത് കാരണം കയ്യേ ഇത് ഇളക്കാൻ ഇതിനൊന്നും പറ്റാത്ത കാരണമാണ്. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഞാൻ എരിവ് കമ്മിയാക്കിയതാണ്, വീണ്ടും പറയണേ. ഓക്കെ, അപ്പോൾ എൻ്റെ കറി ഇങ്ങനത്തേക്കാണ് കേട്ടോ ചപ്പാത്തിക്കുള്ളത്. അപ്പോൾ ചങ്കളെ, പ്രസ് ഉണ്ടാക്കിയ ചപ്പാത്തിക്കുള്ള കുറുമക്കറി കേട്ടോ. ഞാൻ വെള്ളം കമ്മിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള ചപ്പാത്തിയും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടോ? പ്രസ് പെട്ടെന്ന് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ഓക്കെ, ചപ്പാത്തിയും ചങ്ക ഞാൻ ഉണ്ടാക്കി കറി കേട്ടോ, കഴിക്കണേ. ഓക്കെ, ചപ്പാത്തി ഉണ്ട് കേട്ടോ. വീഡിയോസ് ഇടാം. ഓക്കെ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.